ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാം ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തു. 9.7 കോടി കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 20,500 കോടിയിലേറെ രൂപ കൈമാറി. സാമൂഹിക പുരോഗതിക്കായുള്ള സാംസ്കാരിക ഊർജ്ജം പകരുന്നതിൽ മലയാള സിനിമ വലിയ സംഭാവനകൾ നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ഫിലിം പോളിസി കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ച് NIA കോടതി. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കടൽ പ്രക്ഷുബ്ധമാകുമെന്നും മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ 5ാം ടെസ്റ്റിന്റെ 3ാം ദിനമായ ഇന്ന് ഇന്ത്യ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാം ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ നിന്ന് വിതരണം ചെയ്തു. 9.7 കോടി കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 20,500 കോടിയിലേറെ രൂപയാണ് കൈമാറിയത്. വാരാണസിയിൽ 2,200 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. കർഷകരുടെ ക്ഷേമത്തിനായി സർക്കാർ അക്ഷീണം പ്രവർത്തിക്കുന്നുവെന്നും PM കിസാൻ സമ്മാൻ നിധി സർക്കാരിന്റെ ശക്തമായ ഇച്ഛാശക്തിയുടെ ഉദാഹരണമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आज यहाँ एक विराट किसान उत्सव का आयोजन हो रहा है. देश के 10 करोड़ किसान भाइयों बहनों के खातों में 21,000 करोड़ रुपए PM किसान सम्मान निधि के रूप में भेजे गए हैं. और जब काशी से धन जाता है ना, वो तो अपने आप प्रसाद बन जाता है. റോഡ് വികസന പദ്ധതികൾ, റെയിൽ പദ്ധതികൾ എന്നിവയുടെ ഉദ്ഘാടനത്തിന് പുറമെ 880 കോടി രൂപയുടെ ഊർജ്ജ വിതരണ പദ്ധതിയുടെ ശിലാസ്ഥാപനവും വാരാണസിയിൽ പ്രധാനമന്ത്രി നിർവഹിച്ചു. കേരളത്തിന്റെ സാമൂഹിക പുരോഗതിക്ക് വേണ്ട സാംസ്കാരിക ഊർജ്ജം പകരുന്നതിൽ മലയാള സിനിമ വലിയ സംഭാവനകൾ നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ഫിലിം പോളിസി കോൺക്ലേവ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സിനിമാ നയ രൂപീകരണം ശ്രദ്ധേയമായ ചുവടുവയ്പാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി, ചലച്ചിത്ര താരങ്ങളായ മോഹൻലാൽ, സുഹാസിനി, ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. 2 ദിവസം നീണ്ടുനിൽക്കുന്ന കേരള ഫിലിം പോളിസി കോൺക്ലേവിൽ 9 വിവിധ വിഷയങ്ങളിലായുള്ള പാനൽ ചർച്ചകൾ നടക്കും. ജനാധിപത്യപരമായ പങ്കാളിത്ത സ്വഭാവമുള്ള സിനിമാ നയ രൂപീകരണം ലക്ഷ്യമാക്കിയാണ് സർക്കാർ ഫിലിം പോളിസി കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കോൺക്ലേവിൽ രൂപീകരിക്കുന്ന സിനിമാ നയം സർക്കാരിന് സമർപ്പിക്കും. ദേശീയ അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും തനിക്ക് ലഭിച്ച എല്ലാ പുരസ്കാരങ്ങളും പ്രേക്ഷകർ അംഗീകരിച്ച് നൽകിയതാണെന്നും മികച്ച സഹനടിക്കുള്ള 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയ ഉർവശി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. നാഷണൽ അവാർഡെന്ന് പറഞ്ഞാലും സംസ്ഥാന അവാർഡെന്ന് പറഞ്ഞാലും ഏത് പുരസ്കാരമാണെന്ന് പറഞ്ഞാലും നമുക്ക് പ്രേക്ഷകർ അംഗീകരിച്ച് നൽകിയ ഒരു അവാർഡായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അവരെല്ലാവരും നല്ലത്, തീർച്ചയായിട്ടും പുരസ്കാരം കിട്ടും എന്ന് പ്രവചിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു അവാർഡാകുമ്പം ഏറെ സന്തോഷം തരുന്ന ഒരു അവാർഡാണ്. അതുപോലെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന, ഏറ്റവും അർഹതയുള്ള ഒരു കലാകാരനായിട്ടുള്ള കുട്ടേട്ടൻ നടൻ വിജയരാഘവന് വളരെ വൈകിയാണെങ്കിലും ഒരു നാഷണൽ അവാർഡ് കിട്ടിയതിൽ ഇരട്ടി മധുരം എനിക്ക് അതിനാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എന്ന് എനിക്ക് വേണം. ജനാധിപത്യ ബോധം, മതനിരപേക്ഷ കാഴ്ചപ്പാട്, സഹജീവി സ്നേഹം, സേവന സന്നദ്ധത തുടങ്ങിയ മൂല്യങ്ങളുള്ള പുതുതലമുറയെ വാർത്തെടുക്കുന്നതിന് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പങ്ക് നിർണായകമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ 15ാം വാർഷിക ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന സെറിമോണിയൽ പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സമൂഹത്തെ പുരോഗമനാത്മക പാതയിലേക്ക് നയിക്കാൻ നിരവധി കാര്യങ്ങളാണ് SPC കേഡറ്റുകൾ ചെയ്യുന്നതെന്നും ശ്രീ പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. സാമൂഹ്യ മാനങ്ങളുള്ള വിപുലമായ പ്രവർത്തനങ്ങളാണ് SPC കേഡറ്റുകൾ നടത്തിവരുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രളയം, കോവിഡ്, മുണ്ടക്കൈ ചൂരൽമല ദുരന്തം, ഈ ഘട്ടങ്ങളിലെല്ലാം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും രാജ്യത്തിനാകെ മാതൃകയാണ് SPC. ലഹരി വിരുദ്ധ പോരാട്ടങ്ങളുടെ ഭാഗമായി നടത്തുന്ന ബോധവൽക്കരണ പരിപാടികളിൽ നേതൃത്വപരമായ പങ്കാണ് SPC വഹിച്ചു പോരുന്നത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചു. NIA കോടതിയുടേതാണ് വിധി. പ്രത്യേക ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യ ഹർജിയിൽ NIA കോടതി ഇന്നലെ വാദം കേട്ടിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ആകാശവാണി മുൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ എഞ്ചിനീയർ MP ഗോപിനാഥൻ നായർ അനുസ്മരണം നാളെ തിരുവനന്തപുരത്ത് നടക്കും. തൈക്കാട് ഭാരത് ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ മകൾ ഡോക്ടർ കമല ലക്ഷ്മിയുടെ പുസ്തക പ്രകാശനവും നടക്കും. പത്മശ്രീ ജേതാവ് ശ്രീമതി ഓമനക്കുട്ടി അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അന്തരിച്ച ചലച്ചിത്ര താരം കലാഭവൻ നവാസിന്റെ ഖബറടക്കം ഇന്ന് ആലുവ ടൌൺ ജുമാ മസ്ജിദിൽ വൈകുന്നേരം 6 മണിയോടെ ഖബറടക്കും. 4 മണി മുതൽ ആലുവ ടൌൺ ജുമാ മസ്ജിദിൽ പൊതുദർശനമുണ്ടാകും. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് ലക്ഷദ്വീപ് തീരത്ത് ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ നാളെ വൈകുന്നേരം മുതൽ മറ്റന്നാൾ രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കണ്ണൂർ പാലക്കോട് അഴിഭാഗത്ത് മണൽത്തിട്ട രൂപപ്പെട്ടിരിക്കുന്നതിനാൽ പാലക്കോട് ചൂട്ടാട് അഴിയിലൂടെയുള്ള ചെറുവള്ളങ്ങളും ഇൻബോർഡ് വള്ളങ്ങളും ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന യാനങ്ങളുടെ പ്രവേശനത്തിനും സഞ്ചാരത്തിനും 2 ആഴ്ചത്തേക്ക് കണ്ണൂർ ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. വലിയ തിരകൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ മണൽത്തിട്ടയിലേക്ക് ബോട്ട് കയറി അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് നിരോധനം. ലോക സൌഹൃദ ദിനാചരണത്തിന്റെ ഭാഗമായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ 1.5 ലക്ഷം തൈകൾ നട്ടുപിടിപ്പിക്കുന്നു. ബ്ലോക്ക് തലങ്ങളിലും പഞ്ചായത്ത് തലത്തിലും തൈ കൈമാറ്റത്തിന്റെ ഉദ്ഘാടനം നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ചങ്ങാതിക്കായി ഒരു തൈ എന്ന പേരിൽ സൗഹൃദത്തെ ഒരു മഹാവൃക്ഷമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് തൈകൾ വെച്ചുപിടിപ്പിക്കുക. സെപ്റ്റംബർ 30-നകം 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു തൈ നടാം ക്യാമ്പയിൻ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ഇതിനകം 2,48,545 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു. ഇംഗ്ലണ്ടിലെ ഓവലിൽ നടക്കുന്ന ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫിയുടെ 5ാം ടെസ്റ്റിന്റെ 3ാം ദിനമായ ഇന്ന് ഇന്ത്യ ആതിഥേയരായ ഇംഗ്ലണ്ടിനെതിരെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിക്കും. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം ആരംഭിക്കും. ഇന്നലെ കളി നിർത്തുമ്പോൾ ഇന്ത്യ 52 റൺസിന്റെ ലീഡുമായി 2 വിക്കറ്റിന് 75 റൺസ് എന്ന നിലയിലാണ്. ആലപ്പുഴ KSRTC സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്ന വൈക്കം, മുഹമ്മ, തണ്ണീർമുക്കം സർവീസുകൾ നാളെ മുതൽ SDV സ്കൂളിന് മുന്നിൽ നിന്നായിരിക്കും സർവീസ് നടത്തുകയെന്ന് ആലപ്പുഴ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു. ജില്ലാ കോടതിയുടെ മുൻവശത്തു നിന്നും കൈചൂണ്ടിമുക്ക് വഴി മണ്ണഞ്ചേരി, മുഹമ്മ, തണ്ണീർമുക്കം, വൈക്കം എന്നിങ്ങനെയായിരിക്കും റൂട്ട്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ കാറിന് തീപിടിച്ചു. രാവിലെ ആറ്റിങ്ങൽ മാമം ചന്തയ്ക്ക് സമീപമാണ് അപകടം നടന്നത്. കാറിലെ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാർ ഓടുന്നതിനിടെ പെട്ടെന്ന് തീപിടിക്കുകയായിരുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടക്കാനിരിക്കുന്ന അറ്റ് ഹോം റിസപ്ഷൻ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായുള്ള ഔദ്യോഗിക ക്ഷണക്കത്ത് ഇന്ത്യൻ തപാൽ വകുപ്പ് ലക്ഷദ്വീപിലെ മുതിർന്ന നേഴ്സായ ഹിന്ദു പിയുടെ കവരത്തി ദ്വീപിലെ വീട്ടിൽ ചെന്ന് കൈമാറി. 2022-23 നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡ് ജേതാവ് കൂടിയായ നഴ്സ് ഹിന്ദു പിയുടെ സുദീർഘമായ പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പ്രശംസിച്ചിരുന്നു. ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന പഠന ശിബിരം നാളെ കണ്ണൂർ മാഹിയിൽ നടക്കും. പ്രജ്ഞ പ്രവാഹ് ദേശീയ സംയോജകൻ J. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 14 ജില്ലകളിൽ നിന്നുള്ള 400-ലേറെ പ്രതിനിധികൾ ശിബിരത്തിൽ പങ്കെടുക്കും. 2023 മെയ് 7-ന് മലപ്പുറം ജില്ലയിലെ താനൂർ തൂവൽ തീരം ബീച്ചിൽ നടന്ന ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷൻ അന്വേഷണത്തിന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. അപകടത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താനും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ ശുപാർശ ചെയ്യാനുമാണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാം ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തു. 9.7 കോടി കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 20,500 കോടിയിലേറെ രൂപ കൈമാറി. സാമൂഹിക പുരോഗതിക്കായുള്ള സാംസ്കാരിക ഊർജ്ജം പകരുന്നതിൽ മലയാള സിനിമ വലിയ സംഭാവനകൾ നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ഫിലിം പോളിസി കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ച് NIA കോടതി.
സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കടൽ പ്രക്ഷുബ്ധമാകുമെന്നും മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ 5ാം ടെസ്റ്റിന്റെ 3ാം ദിനമായ ഇന്ന് ഇന്ത്യ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.